ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ സ്കൂൾ ടൈമിംഗ് ഒക്കെ കുറച്ച് നേരത്തെ ഉണ്ടല്ലോ, രാവിലെ 8 മണിക്കൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ റെഡി ആയതിന് ശേഷമാണ് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ അവർക്ക് പോവുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിലേക്ക് പോണത് ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കുള്ള യാത്രകൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റിലാക്സേഷൻ കൂടുതലാണ്. നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ ശരിക്കും പറഞ്ഞാൽ യാത്രകളൊക്കെ പലപ്പോഴും സ്ട്രെസ് റിലീഫിന് പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നല്ല മൂഡിലൊന്നും അല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ മൂഡൊക്കെ ഒന്ന് ഓക്കെ ആവും. അപ്പോൾ അതേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ പലപ്പോഴും പല കൾച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ യാത്രകൾ സഹായിക്കാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പോകാനെനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഒറ്റയ്ക്കുള്ള യാത്രകൾ ആണെന്നുണ്ടെങ്കിലും. ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ പലപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, ട്രെയിൻ പോണ വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡേ ടൈമിൽ പോകുന്ന ആ ഒരു ട്രെയിനായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ എന്താ പറയുക, നമുക്കധികം അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. നമുക്ക് കിട്ടിയാൽ പോകാമെന്നുള്ളൊരു ഓപ്ഷനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ രാത്രി പോകുന്നത് എന്നെ സംബന്ധിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല. രാത്രി ഉറങ്ങാനും ഒക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണമാണ് ഡേ ടൈം കൂടുതലും ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത്. പിന്നെ എപ്പോൾ നോക്കിയാലും ടിക്കറ്റ് ഉണ്ടാവുന്ന ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർസിറ്റി മാത്രമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ബസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാം, എൻജോയ് ചെയ്ത്. ഞാൻ കുറച്ച് സിനിമകളൊക്കെ ഇങ്ങനെ കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രെയിനിലാകുമ്പോൾ പ്രത്യേകിച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കും സമയം പോകണം. കുറേ സമയമൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ സിനിമ കാണാമെന്നുള്ളൊരു രീതിയിൽ. പിന്നെ ഭക്ഷണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുക തന്നെയാണ് ചെയ്തത് കേട്ടോ. അതായത് സ്നാക്സ് എന്നുള്ള രീതിയിൽ ഹോം മെയ്ഡ് ഫുഡുകൾ അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയ സമയത്ത് വന്ദേ ഭാരത് ട്രയലായിട്ട് ഓടുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ദേ ഭാരതിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു റൂട്ടിൽ വന്ദേ ഭാരത് ഒന്നും ഇല്ലല്ലോ. വന്ദേ ഭാരത് എനിക്ക് നല്ല കംഫർട്ടബിൾ ഫീലിംഗ് തന്നെയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 സിനിമ കണ്ടു ഇവിടെ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന് തൃശ്ശൂർ എത്തണ വരെ. അതിനുള്ളൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി സമയം കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കാഴ്ചകളും കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്താ പറയുക, സമയം അങ്ങനെ പോയി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു സിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ, ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കൃഷി കാഴ്ചകളൊക്കെ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ഇതുപോലെ കണ്ടില്ല, ഇവിടെ കുറേ വാഴ കൃഷി, വെജിറ്റബിൾസിൻ്റെ കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ എന്താ പറയുക, തൃശ്ശൂരെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, നാട്ടിലൊക്കെ വല്ലപ്പോഴൊക്കെ വരുന്ന ഒരു സമയത്ത്. അപ്പോൾ അതേ അമ്മയുടെ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രോസൺ ചക്കയാണ്. ഇപ്പോൾ ഓൾ സീസൺ ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, പേര് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എല്ലാ സീസണിലും ഉണ്ടാവും ചക്ക. അപ്പോൾ അമ്മ ഇത് ചക്ക അങ്ങനെ തന്നെ എടുത്ത് ഫ്രീസ് ചെയ്തതാണ്. പക്ഷെ നല്ല ടേസ്റ്റിയുള്ള ചക്ക കേട്ടോ, നല്ല മധുരവും നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക. അപ്പോൾ നമുക്ക് ഏത് സീസണിലാണെങ്കിലും ചക്കയൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ. ഞാനിത് ഈ ചക്കയുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു, എവിടെ നിന്നാണ് ഈ ഒരു സമയത്ത് ചക്ക, ഞങ്ങൾക്കൊന്നും കിട്ടണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. നാട്ടിലുള്ള ഞങ്ങൾക്ക് തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് മാക്കഡീമിയ എന്ന് പറഞ്ഞൊരു നട്ട്സാണ് കേട്ടോ. ഇത് കീ വെച്ച് ഓപ്പൺ ചെയ്യുന്ന ഒരു നട്ട്സാണ്. എന്താ പറയുക, നട്ട്സ് ലവേഴ്സിനൊക്കെ പൊതുവേ ഇഷ്ടപ്പെടുന്നത് പോലെ കീ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഇതെൻ്റെ ബ്രദറിൻ്റെ കുട്ടികളാണ്, അവരെനിക്കിത് ഓപ്പൺ ചെയ്തൊക്കെ തരുന്നുണ്ട്. എന്താ പറയുക, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു നട്ടാണ് ഈ ഒരു മാക്ഡാമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനാദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കഴിക്കണത് കേട്ടോ. എൻ്റെ ബ്രദർ ഇപ്പോൾ കസാക്കിസ്ഥാനിൽ പോയി വന്ന സമയത്ത് കൊണ്ടുവന്നതായിരുന്നു. വെയിറ്റ് ലോസിന് ഒക്കെ നല്ലതാണ്, ഡയബറ്റിക്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അങ്ങനെ എന്താ പറയുക, ബ്രെയിനിന് നല്ലത്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു നട്ട്സും കൂടിയാണ്. ഈ ഒരു കീ വെച്ചിട്ടാണ് കേട്ടോ തുറക്കണത്. അപ്പോൾ ഈ യുവാനും അത് തുറന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു നട്ട് എന്ന് പറയുന്നത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞൊരു ബട്ടറിൻ്റെയോ ഒക്കെ ടേസ്റ്റ്. എനിക്ക് പക്ഷേ പേഴ്സണലി ഫീൽ ചെയ്തത് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഒക്കെ ഇല്ലേ, അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെയാണ്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളൊരു നട്ട് തന്നെയാണ് കേട്ടോ.
നമുക്ക് എന്താ പറയുക, അധികമൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. കുറച്ച് കഴിക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് മടുക്കുന്നുണ്ട്. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതേ പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണിത്. ഈ ഒരു സമയത്തൊക്കെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ചൂട് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു ചൂട് കാര്യങ്ങളൊക്കെയുള്ളൂ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് വിൻ്ററാണല്ലോ ബാംഗ്ലൂർ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ആ ഒരു കാലാവസ്ഥയിലാണ് വരുന്നത്. പക്ഷേ നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. പക്ഷേ ഡിസംബർ വെക്കേഷനൊക്കെ വരുമ്പോഴാണ് ശരിക്കും നല്ല രീതിയിൽ ചൂടൊക്കെ, ഡിസംബർ വെക്കേഷനല്ല സോറി, സമ്മർ വെക്കേഷൻ ഏപ്രിലൊക്കെ വരുന്ന സമയത്താണ് ശരിക്കും നല്ല ചൂടൊക്കെ അനുഭവപ്പെടാറ്. അപ്പോൾ അത് യുവാനും ഇവിടെ നിന്ന് കളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. നാട്ടിൽ വരുമ്പോൾ ഉള്ള ഒരു വൈബ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേകത തന്നെയല്ലേ. പ്രത്യേകിച്ച് നമ്മൾ വല്ലപ്പോഴൊക്കെ നാട്ടിൽ വരുമ്പോൾ ആ ഒരു വൈബ് ശരിക്കും എൻജോയ് ചെയ്യും. ആ ഒരു രാവിലെയുള്ള ആ ഒരു അന്തരീക്ഷവും കിളികളുടെ ശബ്ദവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പം എപ്പോഴും നാട്ടിലാണെങ്കിലും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നില്ല കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഫ്ലവേഴ്സൊക്കെ ഓർക്കിഡൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നോക്കലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കൃഷി കാഴ്ചകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രാവിലെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ എൻ്റെ സ്ഥിരം പരിപാടി സെൽഫി സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു പുട്ടെടുത്തു. പിന്നെ നമ്മുടെ തൃശ്ശൂരുകാരുടെ സ്വന്തം കൂർക്ക് മെഴുക്ക് പുരട്ടി, കൂർക്ക് ഉപ്പേരി എന്നൊക്കെ പറയും നമ്മൾ തൃശ്ശൂരുകാർക്ക്. പിന്നെ തോരൻ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി അങ്ങനെയൊന്നുമില്ല, കൂർക്ക് ഉപ്പേരി. അപ്പോൾ എന്താ പറയുക, കൂർക്കയുടെ ഒരു സീസണൊക്കെ ആയി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനും കുട്ടികളൊക്കെ കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യൽ തന്നെയായിട്ടുള്ള അതായത് ചെമ്മീനും നേന്ത്രക്കായും കൂടെ വറുത്തരച്ച കറി ഉണ്ടല്ലോ, അതും കൂടി ഉണ്ട്. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു അടിപൊളി കറി തന്നെയല്ലേ. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് പുട്ട് കഴിക്കണത് കേട്ടോ. പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഇവിടേക്കാണ് ബാംഗ്ലൂരൊക്കെ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ഞാൻ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ മാത്രമാണ് വെറൈറ്റി രുചികളൊക്കെ കൂടുതൽ ആസ്വദിക്കാം. അപ്പോൾ വേറൊരാൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ചും അമ്മയ്ക്ക് ഉണ്ടാക്കുന്നതൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ട ഒരു രുചി തന്നെയായിരിക്കുമല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് കഴിച്ച് ശീലിച്ച ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവരുടെയും ഒരു എന്താ പറയുക ഓർമ്മകളിലുള്ളൊരു ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അമ്മ എനിക്ക് പൂക്കളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പറമ്പിലേക്കൊന്ന് ഇറങ്ങണം കേട്ടോ. കൃഷിയുടെ കാഴ്ചകളും അങ്ങനെ സംഭവങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒരു നാട്ടിൽ വരുമ്പോൾ മാത്രമുള്ളൊരു ഫീലാണല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്നത് ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കൃഷിയുടെ കാഴ്ചകൾ അല്ലെങ്കിൽ നാട്ടിലത്തെ ഒരു കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ കണ്ടോ പാഷൻ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് നാട്ടിൽ വരുമ്പോൾ എടുക്കുന്ന ആ ഒരു വീട്ടിലത്തെ കാഴ്ചകളും കൃഷിയുടെ കാഴ്ചകളും അങ്ങനത്തെ വ്ളോഗ്സ് കാണാൻ നല്ല ഇഷ്ടമാണ്. കണ്ടോ ഇവിടെ വഴുതിനിയും ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാ സമയത്തൊന്നും അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ കൂടുതലുണ്ടാവില്ല. ചില സീസണിലൊക്കെയാണ് കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഉണ്ടാവുക കേട്ടോ. ആ ഒരു സീസൺ അനുസരിച്ചൊക്കെ ഉണ്ടാവുന്നതൊക്കെ. പിന്നെ ഉണ്ടായില്ല. അതച്ഛൻ പറഞ്ഞത് അല്ലേ. പിന്നെ അതേ കോളിഫ്ലവർ കൂടിയൊക്കെ വെച്ചിട്ട് ഇത് കുറ്റിപ്പയറെന്നും പറഞ്ഞിട്ട് വെച്ചിട്ടിരിക്കണം. മണ്ണൊക്കെ ഇവിടെയൊക്കെ നിറച്ച് വെള്ളമാണല്ലോ നനച്ചത് രാവിലെ. അടിച്ചത് മൊത്ത കണ്ട ഇങ്ങനെ പടരുന്നുണ്ട്. എന്തൊരു വലിയ അലിയാണ്. അതൊക്കെ അതായത് ഇതൊക്കെ വിരിഞ്ഞ് ഒക്കെ ചീഞ്ഞ് പോവായിരുന്നു. പടവലം ഇത് കോവയ്ക്ക, ഇത് പടവലം. ഞാൻ പൊട്ടിക്കാൻ പോവായിരുന്നു. കോവയ്ക്കത് ഇവിടെ അതൊക്കെ പൊട്ടിച്ചതാണ്. അയാൾ വന്നപ്പോൾ മരുന്നടിച്ചു. മരുന്ന് ജൈവമാണ് എന്നാലും. അപ്പോൾ പിന്നെ ഉണ്ടായതൊക്കെ പൊട്ടിച്ചെടുത്തു. ഇവിടേക്ക് ഉണ്ടല്ലോ. അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. അതേ പടവലം ഞാൻ അവിടെയൊക്കെ അല്ല കോവയ്ക്കത് ഇത് പൊട്ടിക്കാൻ പറ്റും. പൊട്ടിച്ച കഴുകിയിട്ട് തിന്നാൽ മതി. സംഗതി അതൊന്നും ഉണ്ടായിട്ടുള്ളതേ അതിൻ്റെ അടുത്തുണ്ട്. പയറ് സൂം ചെയ്യാം. അങ്ങോട്ട് വേണ്ട. മതറങ്ങ
അവിടെ അനക്കം. കൊളക്കോഴിനെ കണ്ടാ നീ? ഇല്ല, അതൊക്കെ ഞാൻ സൂം ചെയ്യാം. കൊളക്കോഴിയൊക്കെ ശരിക്കും പറഞ്ഞാൽ പഴയകാല ഓർമ്മകളൊക്കെയാണ്. പണ്ട് ഈ സർപ്പക്കാവിൻ്റെ ഇവിടെ പറമ്പിൽ സർപ്പക്കാവുണ്ട്. അപ്പോൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണ അങ്ങനത്തെ ഒരു ടൈപ്പ് സർപ്പക്കാവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ആദ്യമൊക്കെ കൊളക്കോഴി ഇങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പം അടുത്തൊന്നും ഞാൻ അല്ലാതെ അങ്ങനെ കൊളക്കോഴീനെയൊന്നും കണ്ടിട്ടില്ല. ഇത് കണ്ടോ, മത്തങ്ങയാണ്. മത്തങ്ങയൊക്കെ ഇവിടെ പടർന്ന് നിൽക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇതെന്തോ കോവയ്ക്കുണ്ട്, പിന്നെ പടവലങ്ങ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായി നിൽക്കുന്നുണ്ട്. പയർ, ഇത് 2 ടൈപ്പ് പയറൊക്കെ ഇവിടെ ഉണ്ടായി നിൽക്കണൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഗ്രോ ബാഗിൽ കാണുന്നത് ഉരുളക്കിഴങ്ങ് കുഴിച്ചിട്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങ്. എനിക്കിവിടെ ബാംഗ്ലൂർ ഉണ്ടാവാറുണ്ട്. ബാൽക്കണിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും. അങ്ങനെ വലിയ വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് റെഡ് ജിഞ്ചറാണ് ആ ഒരു ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യം പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ബാക്കിൽ കൂടെ ഇറങ്ങാണ്ട് ഫ്രണ്ടിൽ കൂടെയാണ് ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ബിങ്കോ ഉള്ള കാരണമാണ് ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ തന്നെ ഇറങ്ങിയത്. നാട്ടിൽ വരുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ബിങ്കോൻ്റെ കാര്യം. ബിങ്കോ എന്ത് പറയണു, സൂക്ഷിച്ചോളോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ബിങ്കോൻ്റെ വീഡിയോ ഒന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. അത് മാത്രമല്ല കേട്ടോ, അതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഡോഗ്സിനെയൊന്നും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല പേടി, എനിക്ക് അടുത്ത് പോകാനൊക്കെ പേടി. അത് കാരണം ഞാൻ ബിങ്കോൻ്റെ വീഡിയോസോ ഒന്നും എടുക്കാനോ ഒന്നും തന്നെ പോയില്ല. ഇവിടെ ഇതേ ജാതി മരങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ മാവൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. ബിങ്കോ എന്നെ ഒന്ന് അറ്റാക്ക് ചെയ്ത ആ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ട സമയത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിരുന്നു. ചിലർ പറഞ്ഞു ഞാനത് ക്രിയേറ്റ് ചെയ്തതാണ് വീഡിയോ എന്ന്. പക്ഷേ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് ക്രിയേറ്റ് ചെയ്തൊന്നല്ല. കാരണം ഡോഗ് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് CCTVയിൽ കിട്ടിയൊരു എന്താ പറയുക ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക പല അഭിപ്രായങ്ങളും ഒരുപാട് വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ. പിന്നെ കണ്ടോ ഇവിടെ മുന്തിരി ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചില സീസണിൽ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് മുന്തിരി. ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, ചെറിയ കൊലകൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് പൊട്ടിച്ച ആ ഒരു കോവയ്ക്ക ഉണ്ടല്ലോ, അത് ഞാൻ കഴിക്കായിരുന്നു കേട്ടോ. പച്ചയ്ക്ക് ഇങ്ങനെ കോവയ്ക്ക കഴിക്കാൻ എനിക്കിഷ്ടമാണ്. പണ്ട് തൊട്ട് ഞാനിങ്ങനെ കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലുണ്ടാവുന്ന കോവയ്ക്കാകുമ്പോൾ അധികം മൂക്കാത്ത കോവയ്ക്ക നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തോന്നും. പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ ബാംഗ്ലൂരൊക്കെ വാങ്ങിക്കണോ കോവയ്ക്ക എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം മൂത്തതൊക്കെ ആയിരിക്കും. ഈ ഒരു നല്ലൊരു പാകത്തിലുള്ള കോവയ്ക്കൊന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ വീട്ടിലുണ്ടാവുന്നത് ഞാൻ ഈ ഒരു രീതിയിൽ അങ്ങനെ കഴിക്കാറുള്ളൂ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതേ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ എന്താ പറയുക പുറത്തേക്ക് പോകാനുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സിനെ കാണാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഉള്ള ഹൈലൈറ്റ് മാൾ ഉണ്ടല്ലോ, പുതിയ മാളാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഞാനും ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ വല്ലപ്പോഴും മാത്രമല്ലേ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഫലൂഡ ഓർഡർ ചെയ്തു. പഴയ കോളേജ് ഡേയ്സിൻ്റെ ആ ഒരു മെമ്മറീസൊക്കെ, ഫലൂഡ, ഷെയ്ക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചിരുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് നവ്യയും അതുപോലെ രമ്യയും എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്നവരായിരുന്നു. ഞങ്ങൾ ബെസ്റ്റീസ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം, ആ ഒരു കാറ്റഗറി ആയിരുന്നു. പിന്നെ കുറേ വർഷങ്ങൾ എന്താ പറയുക അത്ര വലിയൊരു കോണ്ടാക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ആ ഒരു പഴയൊരു കാര്യങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വന്നു. പിന്നെ പണ്ട് ബെസ്റ്റീസ് ആയിരുന്നവരെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അധികം കോണ്ടാക്റ്റ് ഇല്ലാതെ കണ്ടാൽ പോലും ആ ഒരു വൈബ് വീണ്ടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിച്ചു. അപ്പോൾ നമ്മുടെ നാടൻ, അതായത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒതൻറ്റിക് കേരള സദ്യ അതൊക്കെയായിരുന്നു കഴിച്ചത് കേട്ടോ. പ്രത്യേകിച്ചും പുറത്ത് താമസിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് അങ്ങനത്തെ സംഭവങ്ങളോട് താല്പര്യം കൂടുതലായിരിക്കും. എനിക്കും ഇഷ്ടമാണ്. നവ്യാണെന്നുണ്ടെങ്കിൽ US അപ്പോൾ ഇപ്പോൾ വന്നതാണ്. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ഓർഡർ ചെയ്തു. സ്നാക്സൊന്നും പക്ഷേ വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും ഒരുപോലത്തെ മസാല. നോൺ വെജ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ മീറ്റ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ടേസ്റ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സദ്യയൊക്കെ ഇടുന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായി. പിന്നെ ഞങ്ങളുടെ കുറേ ഫോട്ടോ സെഷൻ കാര്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ.
മാവ് കണ്ടോ പൂത്ത് നിൽക്കുന്നത് കണ്ടോ. ഈ ഒരു മാവ് 2 മാവ് ടെറസിലേക്കാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മാങ്ങ പൊട്ടിക്കാനും ഒക്കെ ഈസിയാണ്. ഞാൻ സമ്മർ വെക്കേഷൻ വരുമ്പോഴൊക്കെ സാധാരണ ഇങ്ങനത്തെ വ്ളോഗ്സൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട്, മാങ്ങയുടെയും മാങ്ങ പൊട്ടിക്കണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്ത ദിവസമായി. അപ്പോൾ ഞാൻ മീറ്റപ്പിന് വേണ്ടിയിട്ടായിരുന്നു നാട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ മീറ്റപ്പിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ എൻ്റെ ബ്രദർ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വെള്ളാങ്കല്ലൂരുള്ള ഒരു PCK ഓഡിറ്റോറിയത്തിലായിരുന്നു മീറ്റപ്പ്. ഞങ്ങളുടെ കല്യാണം അവിടെ തന്നെ വെച്ചായിരുന്നു കേട്ടോ നട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതെൻ്റെ 2ാമത്തെ ബ്രദറാണ്. ഞാൻ പല വ്ളോഗ്സിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അറിയാൻ പറ്റും, പക്ഷേ വളരെ കുറവായിട്ടാണ് വ്ളോഗ്സിലൊക്കെ വരാറ് കേട്ടോ. അപ്പോൾ ഇന്നും ഫ്രണ്ട്സിനെയൊക്കെ കാണാനും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വല്ലപ്പോഴും മാത്രം കാണുന്നതായത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് നാട്ടിലില്ലാത്ത ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ വരണ സമയത്ത് എല്ലാവരും ഒരുമിച്ചുണ്ടാവണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാനിങ്ങോട് കൂടിയിട്ടൊക്കെയാണ് എന്താ പറയുക മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോഴാണല്ലോ കാണാനും ഒക്കെ പറ്റുള്ളൂ. പിന്നെ മീറ്റപ്പ് നടക്കുന്ന സ്ഥലത്ത് ഞാൻ കൂടുതൽ കാഴ്ചകളൊന്നും കവർ ചെയ്തില്ല, കാരണം അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് സമയം ഇവിടെ ലഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. കുറച്ച് പേരെ കാണാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വല്ലപ്പോഴും വരുമ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. 1-2 ദിവസത്തിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ 2 ദിവസത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കാണാനും പിന്നെ ഈ ഫോട്ടോ സെഷനും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ബ്ലാക്ക് കുർത്തിയിട്ടത് എൻ്റെ ഫ്രണ്ട് അച്ചുവാണ്. ഞങ്ങളും ഒരുമിച്ച് ഡിഗ്രിക്ക് പഠിച്ചത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കൊടുങ്ങല്ലൂരുള്ളൊരു മോളിലായിരുന്നു ഞങ്ങൾ പിന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് പിറ്റേ ദിവസമായിപ്പോൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവാണ്. അപ്പോൾ വീണ്ടും ഒരു ട്രെയിൻ യാത്ര തന്നെ. യാത്രകൾ പലപ്പോഴും നല്ലൊരു റിലാക്സേഷൻ തരാറുണ്ട്. യാത്രകൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ യാത്രകൾ ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും എനിക്ക് തോന്നാറുണ്ട്. എന്താ പറയുക, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് അതൊക്കെ കുറച്ച് സമയത്തെങ്കിലും, അതായത് കുറച്ച് സമയത്തേക്കെങ്കിലും അതൊക്കെ ഒന്ന് മറക്കും, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു റിലീഫാണ് ശരിക്കും യാത്രകൾ. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ തീരെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ആണോ, അതായത് ട്രാവൽ, ലൈഫ് സ്റ്റൈൽ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണോ, അല്ലെങ്കിൽ കുക്കിംഗ് മാത്രമുള്ള വീഡിയോസ് ആണോ, ഏതാണ് ഇഷ്ടമെന്നും കൂടി പറയാം കേട്ടോ. അപ്പോൾ വീണ്ടും എന്താ പറയുക, എൻ്റെ ആ ഒരു റൂട്ടീനിലേക്ക് തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സാധാരണയുള്ള കാര്യങ്ങളും അതൊക്കെ തന്നെയായിരിക്കും കൂടുതൽ. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. Thank you.